നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന 28 ദിവസം നിങ്ങൾക്ക് എപ്രകാരമാണ് കാര്യങ്ങൾ കാത്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഒരു മാസത്തോളം ഭാഗ്യമാണോ നിർഭാഗ്യമാണോ, നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മാർച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കർക്കിടക രാശിക്കാർക്ക് സമ്പത്തിനും ആരോഗ്യത്തിനും വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബജറ്റ് തന്നെ തകരാറിലായേക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യുന്ന അനാവശ്യ ചെലവുകൾ പിന്നീട് വായ്പ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ സമയത്ത് ആഡംബരങ്ങൾക്കായി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ എത്തിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ അത് പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു പഴയ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീസണൽ അസുഖമുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. മാസത്തിലെ 2ാം ആഴ്ചയിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറഞ്ഞ പിന്തുണ ലഭിക്കും.